ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വാഹനം LML സുപ്രീമോ സ്കൂട്ടറാണ്. ഒരു കാലത്ത് ഇന്ത്യൻ സ്കൂട്ടർ വിപണിയിൽ നിറഞ്ഞു നിന്ന കമ്പനികളിൽ ഒന്നാണ് LML എന്ന ലോഹിയ മെഷീൻസ് ലിമിറ്റഡ്. ബജാജ് കമ്പനിയുടെ ചേതക് എന്ന സ്കൂട്ടറിന് വെല്ലുവിളി ഉയർത്തിയിരുന്ന മോഡലുകൾ LMLന് ഉണ്ടായിരുന്നു. 1999 പിയാജിയോയുമായി ഉണ്ടായിരുന്ന കൂട്ടുകെട്ടിൽ നിന്നും പിരിഞ്ഞ LML സ്വന്തം നിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നിർമ്മിച്ച് ഇന്ത്യൻ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ സ്കൂട്ടർ മോഡലുകൾക്കോ മോട്ടോർ ബൈക്കുകൾക്കോ വിപണിയിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നമ്മളോടൊപ്പമുള്ള വാഹനം 1999 മോഡൽ LML സുപ്രീമോ എന്ന പ്രീമിയം സെഗ്മെന്റിലുള്ള സ്കൂട്ടറാണ്. ഇതിനെ പ്രീമിയം സെഗ്മെന്റ് എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. 1999 ഒരു ബജാജ് ചേതക സ്കൂട്ടറിന് 25,000 രൂപയായിരുന്നു കേരളത്തിലെ ഓൺ റോഡ് വില. അതേസമയം അതിന്റെ 3 ഇരട്ടി വരെയായിരുന്നു LMLന്റെ ടോപ്പ് എൻഡ് സ്കൂട്ടർ മോഡലായ LML സുപ്രീമോയ്ക്ക്. ഇക്കാരണത്താൽ തന്നെ ഈ മോഡൽ അധികം വിൽപ്പന നേടിയില്ല. വെറും 1000 യൂണിറ്റുകൾക്ക് താഴെ മാത്രമാണ് ഇന്ത്യയിൽ ആകമാനം ഈ മോഡൽ നേടിയ വിൽപ്പന. കേരളത്തിലാകട്ടെ അതിലും വളരെ കുറച്ച് മാത്രം. സുപ്രീമോ സ്കൂട്ടറുകൾ വിരലിൽ എണ്ണാവുന്ന എണ്ണം മാത്രമേ ഇന്ന് കേരളത്തിൽ കാണാനാവൂ. 1996 മുതൽ 2000 വരെയാണ് ഈ സ്കൂട്ടർ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായിരുന്നത്. 45,000 രൂപ മുതൽ 75,000 രൂപ വരെയായിരുന്നു വിവിധ മോഡലുകളുടെ വില. കാഴ്ചയിൽ വെസ്പയുടെ ചില സ്കൂട്ടർ മോഡലുകളുമായി രൂപസാദൃശ്യം തോന്നുമെങ്കിലും LML സുപ്രീമോയ്ക്ക് കൂടുതൽ ബന്ധം LMLന്റെ തന്നെ മറ്റ് സ്കൂട്ടർ മോഡലുകളായ സെലക്ട്, NV എന്നിവയുമായാണ്. ചില ഘടകങ്ങൾ ഈ സ്കൂട്ടറുകളുമായി സുപ്രീമോ പങ്കിടുന്നു എന്നതുകൊണ്ടാണിത്. LML വെസ്പയുടെ എല്ലാ സ്റ്റൈൽ ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് LML സുപ്രീമോ. ഇതിന്റെ സെൽഫ് സ്റ്റാർട്ട് ഉള്ള മോഡലുകളിൽ അനവധി ഫീച്ചേഴ്സ് ആയിരുന്നു അക്കാലത്ത് കമ്പനി കൊടുത്തിരുന്നത്. ഇന്നത്തെ കാലത്ത് പല കാറുകളിൽ പോലും ഇല്ലാത്ത ഫീച്ചേഴ്സ് ആയിരുന്നു LML കമ്പനി അന്ന് സ്കൂട്ടറുകളിൽ നൽകിയിരുന്നത്. അതിനാൽ തന്നെ LML സ്കൂട്ടർ മോഡലുകളുടെ വില വളരെയധികം കൂടുതലായിരുന്നു. 99 ഒരു ബജാജ് ചേതക്കിന്റെ വില വെറും 25,000 രൂപയായിരുന്നു. പക്ഷേ LMLന്റെ സുപ്രീമോ എന്ന ടോപ്പ് മോഡലിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് വില ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുമായിരുന്നു. ഇത് തന്നെയാണ് LML വാഹനങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വിൽപ്പനയിൽ ഇടിവുണ്ടായത്. അമിത വില നൽകി ഇത്രയും ഒരു സ്കൂട്ടർ മേടിക്കണമെന്ന് പല കസ്റ്റമേഴ്സും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. എന്നാൽ തങ്ങളുടെ പാളിച്ചകൾ അവിടെ മാത്രം ഒതുങ്ങുന്നില്ലായിരുന്നു. LMLന്റെ ആഫ്റ്റർ സെയിൽസ് സർവീസ് വളരെ മോശമായിരുന്നു. പല ഷോറൂം ഡീലർമാരും കസ്റ്റമേഴ്സിനോട് പെരുമാറിയിരുന്നത് തന്നെ വളരെ മോശമായിട്ടായിരുന്നു. വളരെയധികം സൗകര്യങ്ങളാണ് LML അവരുടെ പ്രീമിയം സ്കൂട്ടർ മോഡലിൽ നൽകിയത്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള സുപ്രീമോ കിക്ക് സ്റ്റാർട്ട് ബേസ് മോഡലാണ്. ഇതിന്റെ ഇലക്ട്രിക് സ്റ്റാർട്ട് ഫുൾ ഓപ്ഷൻ മോഡലിൽ അക്കാലത്ത് ഒരു സ്കൂട്ടറിലും കാണാത്ത സവിശേഷതകളും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. മീറ്റർ കൺസോളിനുള്ളിൽ അനലോഗ് ക്ലോക്ക് ഉണ്ട്. ചില മോഡലുകളിൽ റേഡിയോ, സ്റ്റീരിയോയും ഫ്രണ്ട് പാഴ്സൽ ബോക്സിനുള്ളിലും സീറ്റിനടിയിലും ലൈറ്റുകൾ നൽകിയിരുന്നു. ബേസ് മോഡലിൽ മീറ്റർ കൺസോളിൽ ക്ലോക്ക് ഉണ്ട്. ഇത് ഒരു 2 സ്ട്രോക്ക് 4 സ്പീഡ് 150cc മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലാണ്. 5600 RPMൽ 10.11 Nm ടോർക്ക് ലഭിക്കുന്നു. ഈ വിഭാഗത്തിൽ ഇന്ത്യയിൽ വിറ്റിരുന്ന സ്കൂട്ടറുകളിൽ ഏറ്റവും ശക്തമായ വാഹനമായിരുന്നു സുപ്രീമോ. 8 ലിറ്ററാണ് ഇതിന്റെ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി. ഈ സ്കൂട്ടറിന് 2T ഓയിൽ റിസർവോയർ ഉണ്ട്. 1 ലിറ്ററാണ് ഇതിന്റെ കപ്പാസിറ്റി. ഓയിൽ പമ്പ് പ്രത്യേകം ഉള്ളതിനാൽ പെട്രോളിൽ 2T ഓയിൽ മിക്സ് ചെയ്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. മണിക്കൂറിൽ 120 കിലോമീറ്ററാണ് പരമാവധി വേഗം. ഇന്ത്യയിൽ അവതരിപ്പിച്ച മോഡലുകളിലെല്ലാം ഡ്രം ബ്രേക്കുകളാണ്. എക്സ്പോർട്ട് മോഡലുകൾക്ക് ഡിസ്ക് ബ്രേക്കുകൾ ലഭ്യമായിരുന്നു. ഒഴുക്കുള്ള ബോഡി ലൈൻസ്, സുഖപ്രദമായ സീറ്റ്, നല്ല വെളിച്ചമുള്ള ഹെഡ്ലൈറ്റ്, നല്ല ശബ്ദമുള്ള ഹോൺ എന്നിവയും ശക്തമായ എഞ്ചിനും ഉറപ്പുള്ള ബോഡിയും സ്കൂട്ടറിന്റെ അഴകിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. LML സുപ്രീമോയുടെ എക്സ്പോർട്ട് മോഡലാണ് വെസ്പ കോസ എന്ന 4 സ്ട്രോക്ക് 250cc സ്കൂട്ടർ. ഇന്ത്യയിൽ ഈ മോഡൽ അവതരിപ്പിച്ചിട്ടില്ല. എന്നാൽ യൂറോപ്പിലും ഈജിപ്ത് തുടങ്ങിയ ചില രാജ്യങ്ങളിലും വെസ്പ കോസ നല്ല വിൽപ്പന നേടിയ ഒരു സ്കൂട്ടറാണ്. LML കമ്പനി പൂട്ടിപ്പോകാൻ പല കാരണങ്ങളുണ്ട്. 2 സ്ട്രോക്ക് എഞ്ചിനുകളുടെ നിർമ്മാണം ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയതാണ് ഒന്ന്. സർവീസ് സെന്ററുകളുടെ കുറവും സ്പെയർ പാർട്സിന്റെ ലഭ്യതക്കുറവും അമിത വിലയും സ്കൂട്ടർ പ്രേമികളെ LML സ്കൂട്ടറുകളിൽ നിന്നും അകറ്റി നിർത്തി. മികച്ച വിൽപ്പനാനന്തര സേവനങ്ങൾ നൽകാൻ സാധിക്കാത്ത ഡീലർമാരും LML കമ്പനിക്ക് തലവേദനയായി. പഴയ LML സ്കൂട്ടറുകളും മോട്ടോർ ബൈക്കുകളും കൈവശമുള്ളവർ നിരാശപ്പെടേണ്ട. LML സ്പെയർ പാർട്സുകൾ കേരളത്തിലെ ചില ഓൺലൈൻ സ്പെയർ പാർട്സ് ഷോറൂമുകളിലും കാൺപൂരിലെ LMLന്റെ തന്നെ ഓതറൈസ്ഡ് ഡീലർമാരുടെ അടുത്തു നിന്നും ഇപ്പോൾ ഓർഡർ ചെയ്ത് വരുത്തുവാൻ സാധിക്കുന്നു. LML കമ്പനി 2018 ഇന്ത്യയിൽ സ്കൂട്ടർ നിർമ്മാണം നിർത്തിയത്. അടുത്ത കാലത്ത് EV സ്കൂട്ടറുകളും മോട്ടോർ ബൈക്കുകളും അവതരിപ്പിച്ച് ഒരു തിരിച്ചുവരവിനായി കമ്പനി ശ്രമിക്കുകയാണ്. ഇനി മറ്റൊരു വാഹനത്തിന്റെ വിശേഷവുമായി ബി ലൈവ് വീൽസ് വീണ്ടും എത്തും.